ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയാണ് സംസാരിക്കുന്നത്. പ്രോ റൈലോടെ എല്ലാവർക്കും സ്വാഗതം. കവസാക്കിയുടെ ബിൽഡിങ്ങിലുള്ള റൈനോക്സിലാണ് നിൽക്കുന്നത്. W175 ആദ്യം ഉണ്ടായിരുന്ന മോഡലിലേക്ക് എനിക്ക് ഇഷ്ടം ലാസ്റ്റ് വന്ന അപ്ഡേഷനിൽ വന്ന അലോയിൽ വേരിയന്റ് ആണ്. അല്ല, ഒരു 175cc മോട്ടോർ സൈക്കിളിന് ലോകത്തില്ലാത്ത വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരെ എടുക്കാനാണ്? പിന്നെ പലർക്കും അറിയില്ല കവസാക്കിക്ക് ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ ഉള്ള കാര്യം. അപ്പൊ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കംപ്ലീറ്റ്ലി ട്രാക്ക് പർപ്പസ് ആയിട്ടുള്ള മോട്ടോർ ക്രോസ് മോട്ടോർ സൈക്കിളാണ്. അപ്പൊ ഈ മോട്ടോർ ക്രോസ് മോട്ടോർ സൈക്കിളിന്റെ പേര് KLX 230 RS. എടുത്തു പറയുന്നത് ഒരു റോഡ് ലീഗൽ ബൈക്ക് അല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു ട്രാക്ക് പർപ്പസ് ആയിട്ടുള്ള മോട്ടോർ ക്രോസ് മോട്ടോർ സൈക്കിൾ ആണ്. അപ്പൊ ഇതൊരു ലൈറ്റ് വെയിറ്റ് മെഷീൻ ആണ്. കവസാക്കിയുടെ ആണെങ്കിൽ കൂടി നമ്മൾ കണ്ടുശീലിച്ച മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ തീം തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് കവസാക്കിയുടെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ KLX 230 RS എന്ന് പറഞ്ഞ ബ്രാൻഡിങ് നൽകിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ മോട്ടോർ ക്രോസ് മോട്ടോർ സൈക്കിൾ ഹീറോ എക്സ്പൾസ് മാത്രം. അതൊരു റോഡ് ലീഗൽ ആയിട്ടുള്ള മോട്ടോർ ക്രോസ് മോട്ടോർ സൈക്കിൾ ആണ്. എഞ്ചിൻ ആൻഡ് സ്പെസിഫിക്കേഷൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കവസാക്കിയുടെ തന്നെ 233cc എഞ്ചിനാണ്. ഗിയർ ബോക്സ് നൽകിയിരിക്കുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. പവർ പരിശോധിച്ച് 19.57 bhp അറ്റ് 8000 rpm. ടോർക്ക് വരുന്ന 20.6 Nm അറ്റ് 6000 rpm ആണ്. ഈ ബൈക്കിൽ മൈലേജ് അല്ല നോക്കുന്ന, എത്ര മണിക്കൂർ ഓടും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നൽകിയിരിക്കുന്ന 220 mm ടെലിസ്കോപ്പിക് ഫോർക്കാണ്. റിയർ സസ്പെൻഷൻ 223 mm യൂണി ട്രാക്ക് സിംഗ്രം. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 6.6 ലിറ്റർ ആണ്. ഈ കാണുന്ന ഫ്യൂവലിലോട്ട് ഡയറക്റ്റ് എയർ സക്ക് ചെയ്യാനുള്ള കണക്ഷൻ ഹോസ് ആണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ പരിചയപ്പെടുത്താനൊന്നുമില്ല, മീറ്ററോ അങ്ങനെ ഒരു സംവിധാനം ഇതിനകത്ത് നൽകിയിട്ടില്ല. ഇതൊരു റോഡ് ലീഗൽ അല്ലാത്ത മോട്ടോർ ക്രോസ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഫ്രണ്ടിൽ ആകെ നൽകിയ ഫ്യൂവലിന്റെയും എഞ്ചിന്റെയും ലൈറ്റുകളാണ്. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ആൻഡ് ഓഫ് ബട്ടണുമാണ്. ഇത്രയും ലളിതമായതുകൊണ്ട് തന്നെ നമുക്ക് പരിചയപ്പെടുത്താനും സുഖമാണ്. ഇതൊരു മോട്ടോർ ക്രോസ് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് വരുന്നത് 115 കിലോഗ്രാം ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 275 mm ആണ്. സീറ്റ് ഹൈറ്റ് കൂടുതലാണ്, 900 mm ആണ്. അപ്പൊ ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ പലരും ഞെട്ടാൻ സാധ്യതയുണ്ട്. 6,60,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ട് ഇറക്കുന്നതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. കവസാക്കി ഇന്ത്യയിൽ മാനുഫാക്ചർ ഇതിന് റേറ്റ് കുറച്ച് ഇത് നൽകാൻ സാധിക്കും. എനിക്ക് മനസ്സിലാവാത്തവരെ ഇതൊരു റോഡ് ലീഗൽ അല്ലാത്തൊരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് ഇതിന് എന്തിനാണ് റോഡ് ടാക്സ് മേടിക്കണേന്നാണ്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനായിട്ടില്ല. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.